ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഏപ്രിൽ 24 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്നും അതിനുവേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കൂ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കാമ്യ കാർത്തികേയൻ ആരാണ്? എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അതുപോലെ തന്നെ വേൾഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ വ്യക്തി ആയിട്ട് മാറിയിരിക്കുകയാണ് കാമ്യ കാർത്തികേയൻ. അപ്പൊ കാമ്യ കാർത്തികേയൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള കുട്ടി. 16 വയസ്സുള്ള കാമ്യ കാർത്തികേയൻ മുംബൈയിലെ നേവി ചിൽഡ്രൻസ് സ്കൂളിലാണ് പഠിക്കുന്നത്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാമ്യ കാർത്തികേയന്റെ ഫാദർ നേവൽ ഓഫീസർ കമാൻഡർ എസ് കാർത്തികേയൻ. ഇവർ ഒരുമിച്ചാണ് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ മെയ് 20-ാം തീയതി കാമ്യ കാർത്തികേയന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഡിസംബറിൽ അന്റാർട്ടിക്കയിൽ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് വിൻസെന്റ് മാസീവ് കീഴടക്കുക എന്നതാണ്. ഓരോ വ്യക്തികൾക്കും അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്കും കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ എവിടെയും എത്താൻ സാധിക്കും. ഇപ്പൊ കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കിയ അടുത്തത് മൗണ്ട് വിൻസെന്റ് ആണ്. അതേപോലെ തന്നെ നമുക്കും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഷുവർ ആയിട്ട് ഏതൊരു പരീക്ഷയും വിജയിക്കാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? ജെന്നി എർപ്പംബർഗ്. അപ്പൊ ജെന്നി എർപ്പംബർഗും ഒപ്പം തന്നെ ആ പുസ്തകത്തിന്റെ വിവർത്തകൻ ആയിട്ടുള്ള മൈക്കൽ ഹോഫ്മാൻ 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് കരസ്ഥമാക്കി. 50,000 പൗണ്ട് ആണ് ഇതിന്റെ സമ്മാനത്തുക. ഇത് രണ്ടുപേർ ആയിട്ട് വീതിക്കും. 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കരസ്ഥമാക്കിയിട്ടുള്ളത് ജെന്നി എർപ്പംബർഗും അതിന്റെ വിവർത്തകൻ മൈക്കൽ ഹോഫ്മാൻ. കെയ്റോസ് എന്ന പുസ്തകത്തിനാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 19 വയസ്സുള്ള ഒരു സ്റ്റുഡന്റ് 50 വയസ്സുള്ള ഒരാളുമായിട്ടുള്ള ഒരു പ്രേമം, അതുണ്ടാക്കിയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് കെയ്റോസ്. ആ പുസ്തകത്തിനാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. 2024 മെയ് 26 ബംഗ്ലാദേശിനെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? റമാൽ ചുഴലിക്കാറ്റ്. ഇപ്പൊ 2024 മെയ് 26-ാം തീയതി ബംഗ്ലാദേശിനെ ബാധിക്കാൻ പോകുന്ന ഒരു ചുഴലിക്കാറ്റാണ് റമാൽ ചുഴലിക്കാറ്റ്. ഇത് മെയ് 23 ബംഗാൾ ഉൾക്കടൽ രൂപാന്തരപ്പെടുകയും ഇതിപ്പോൾ വളരെ വേഗത്തിൽ ബംഗാൾ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയിട്ടുള്ള രാജ്യമാണ് ഒമാൻ. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ രൂപാന്തരപ്പെട്ട ഒരു ചുഴലിക്കാറ്റാണ് റമാൽ എന്ന ചുഴലിക്കാറ്റ്. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 99ാമത്തെ അംഗമായ രാജ്യം ഏത്? സ്പെയിൻ. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA. ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഈ ഒരു അലയൻസ്, ഈ ഒരു സംഘടന, ഇത് ആതിഥ്യം വഹിക്കുന്ന രാജ്യം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഇതിൽ ഇപ്പോൾ 99ാമത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് സ്പെയിൻ എന്ന രാജ്യം. ഇതിന്റെ ഹെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഘടനയുടെ ഹെഡ് ആണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് സിംഗ്. ISA എന്ന് പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസിലെ 99ാമത്തെ രാജ്യമായിട്ട് മാറി ഇപ്പോൾ സ്പെയിൻ. ജപ്പാനിലെ കോബയിൽ നടന്ന ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയതാരാണ്? സച്ചിൻ സർജറാവ് ഖിലാരി. ജപ്പാനിലെ കോബ് എന്ന സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ വലിയൊരു ഇവന്റ് ആണ് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ഇതിൽ സച്ചിൻ സർജറോ ഖിലാരി ഷോട്ട് പുട്ടിൽ സ്വർണം കരസ്ഥമാക്കി. TF46 എന്ന കാറ്റഗറിയിലാണ് സച്ചിൻ സർജറോ ഖിലാരി വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം കരസ്ഥമാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യക്ക് 10 മെഡൽസ് മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം ഇന്ത്യക്ക് 12 മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 5 ഗോൾഡ്, 4 സിൽവർ, 3 ബ്രോൺസ് ആണ്. ഏറ്റവും മുന്നിൽ ചൈന 42 മെഡൽസ് ആയിട്ട്, ഇന്ത്യ 12 മെഡൽസ്. എന്നാൽ ഇന്ത്യക്ക് ഈ പ്രാവശ്യം 5 സ്വർണം ലഭിച്ചിട്ടുണ്ട്. 2024 മെയ് 19 എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ആരാണ്? ജ്യോതിരാത്രേ. 2024 മെയ് 19 ജ്യോതിരാത്രേ, 55 വയസ്സുള്ള ജ്യോതിരാത്രേ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത എവറസ്റ്റ് കീഴടക്കി റെക്കോർഡ് ഉണ്ടാക്കി. ഇപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് കാമ്യ കാർത്തികേയൻ ആണെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന ബഹുമതി നേടിയിട്ടുള്ളത് ജ്യോതി രാത്രയാണ്.
53 വയസ്സുള്ള സംഗീത ബാല ആയിരുന്നു ഈ റെക്കോർഡ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ജ്യോതിരാത്രെ, മധ്യപ്രദേശിലെ ഒരു വ്യവസായിയും ഫിറ്റ്നസ് പ്രേമിയുമായിട്ടുള്ള ജ്യോതിരാത്രെ ഈ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ 2023 8160 മീറ്റർ വരെ എത്തി കഠിനമായിട്ടുള്ള കാലാവസ്ഥ കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു ഹതഭാഗ്യായിരുന്നു ജ്യോതിരാത്രെ. എന്നാൽ മെന്റൽ ടഫ്നെസ് എന്ന് പറയാൻ സാധിക്കും. അതായത് വീണ്ടും ജയിക്കണം എന്നുള്ളൊരു വാശി ജ്യോതിരാത്രെ ഈ കഴിഞ്ഞ മെയ് 19 എവറസ്റ്റ് കീഴടക്കി. ഇപ്പോൾ 55 വയസ്സുള്ള ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യയിലെ വനിതയായിട്ട് മാറി എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വനിത അത് ജ്യോതിരാത്രയാണ്. ജനറൽ തൂം ലാം ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടു? വിയറ്റ്നാം. വിയറ്റ്നാമിന്റെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ടുള്ള ടോം ലേ ഇപ്പോൾ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ഇലക്ടഡായി. വിയറ്റ്നാമിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് ന്യൂങ് പൂ തോങ്. ഇദ്ദേഹം 2026 വരെ ഈ ഒരു സ്ഥാനത്തേക്ക് ഉണ്ടെങ്കിൽ പോലും വീണ്ടും തുടരാൻ സാധ്യതയില്ല. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുമ്പോൾ വിയറ്റ്നാം എന്ന രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജനറൽ തു ലാം ആണ്. വിയറ്റ്നാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യനിലെ ഒരു രാജ്യമാണ് വിയറ്റ്നാം. ഹനോയ് ആണ് വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ. ഇവിടുത്തെ കറൻസിയാണ് വിയറ്റ്നാമീസ് ഡോങ്. 2026 AFC വനിതാ ഏഷ്യ കപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. 2026 AFC അതായത് ഏഷ്യൻ ഫെഡറേഷൻ കോൺഫെഡറേഷൻ വനിതാ ഏഷ്യ കപ്പിന് ആതിഥ്യം വഹിക്കാൻ പോകുന്ന രാജ്യം എന്ന് പറയുമ്പോൾ അത് ഓസ്ട്രേലിയയാണ്. 2023 ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും സംയുക്തമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു ഈവന്റ് ആണ് ഫിഫ വിമൻസ് വേൾഡ് കപ്പ്. അതിനുശേഷം ഓസ്ട്രേലിയ നടത്താൻ പോകുന്ന 2026 ഒരു മത്സരമാണ് AFC വിമൻസ് ഏഷ്യ കപ്പ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. 2006 ഓസ്ട്രേലിയ ഇത്തരത്തിലുള്ള ഒരു ഈവന്റ് നടത്തിയിരുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ജോർഡാൻ, സൗദി അറേബ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ 3 രാജ്യങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചെങ്കിലും അവർക്ക് ഈ ഒരു അവസരം ലഭിച്ചില്ല. ഓസ്ട്രേലിയയാണ് 2026 AFC വിമൻസ് ഏഷ്യ കപ്പ് ആതിഥ്യം വഹിക്കാൻ പോകുന്ന രാജ്യം. ഇന്നലെ മെയ് 23 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ JJ തോംസണിന് 1906 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഏത് കണിക കണ്ടുപിടിച്ചതിനാണ്? ഇതിന്റെ ഉത്തരം ഇലക്ട്രോൺ. ഇപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, പ്രോട്ടോൺ ആണെങ്കിൽ ഏർണസ്റ്റ് റുദർഫോർഡ്, ന്യൂട്രോൺ ആണെങ്കിൽ സർ ജെയിംസ് ചാഡ്വിക്. ഇപ്പൊ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എവറസ്റ്റ് കീഴടക്കിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറിയത് ആരാണ്? കാമ്യ കാർത്തികേയൻ. 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? ജെന്നി എപ്പംബർഗ്. 2024 മെയ് 26 ബംഗ്ലാദേശിനെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? റമാൽ ചുഴലിക്കാറ്റ്. ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ 99ാമത്തെ അംഗമായ രാജ്യം ഏത്? സ്പെയിൻ. ജപ്പാനിലെ കോബയിൽ നടന്ന ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയത് ആരാണ്? സച്ചിൻ സെർജറോ ഖിലാരി. 2024 മെയ് 19 എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ആരാണ്? ജ്യോതിരാത്രെ. ജനറൽ തൂം ലാം ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടു? വിയറ്റ്നാം. 2026 AFC വനിതാ ഏഷ്യ കപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ഇന്ന് മെയ് 24 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഇൻ വിച്ച് സ്റ്റേഡിയം ഹോസ്റ്റഡ് ഇറ്റ്സ് ഫസ്റ്റ് ടെസ്റ്റ് മാച്ച് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് മത്സരം ഏത് സ്റ്റേഡിയത്തിലാണ് നടന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.